ടോബി, ഈ കോട്ടയത്തെ ഏത് മേഖലയിലാണ് മഴയുള്ളത്? ടോബി, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ടോബി. ഉമേഷ്, ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ വാഗമണ്ണുമായി ചേർന്ന് കിടക്കുന്ന ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ തീക്കോയി, മുണ്ടക്കയം തുടങ്ങിയ കിഴക്കൻ മേഖലകൾ, മലയോര മേഖലകളാണ്. ആ മേഖലകളിലാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രി കാലങ്ങളിലാണ് മഴ പെയ്തത്. ഒറ്റപ്പെട്ട മഴയാണ് ലഭിക്കുന്നത്. അതാണ് ഒരു ആശങ്കയുണ്ടാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ മഴ ചാറി നിൽക്കുന്നതാണ് ഈ മലയോര മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനുമൊക്കെ കാരണമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. താലൂക്കുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്പറിൽ ബന്ധപ്പെടുവാനും അതുപോലെ തന്നെ മറ്റ് നടപടികൾ സ്വീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചിറക്കടവിൽ നിന്നാണ് ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചത്. കാരണം അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. അല്ലാതെ മറ്റ് ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും നിലവിൽ പോയിട്ടില്ല. മഴ ശക്തമായി പെയ്യുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ കിഴക്കൻ മേഖലയാണ്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് മീനച്ചിലാറ്റിലെ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുണ്ട്. അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ കോട്ടയത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.